നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ പറയുന്ന നാളുകളിൽ ജനിച്ചവർ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് നോക്കണേ. കാരണം ഈ നാളുകാർക്ക് കഷ്ടകാലം കിടന്ന് കറങ്ങി അടിച്ചുകൊണ്ടിരിക്കുക. വലിയ സമയദോഷത്തിലാണ് ഈ നാളുകാരുള്ളത്. ഇവർ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിനടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ കൊടുത്ത് ഒരു രക്ഷയ്ക്കായിട്ട് ചരട് ജപിച്ച് ഇവരുടെ ദേഹത്ത് അണിയാൻ പറയണേ. അതിവരെ ദോഷങ്ങളിൽ നിന്ന് രക്ഷിക്കും. പറയുന്നത് നിസ്സാരമായിട്ട് കണ്ടു കളയരുത്. കഷ്ടകാലം കറങ്ങി അടിക്കുകയാണെന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന 3 മാസക്കാലം ഇടവം, മിഥുനം, കർക്കിടകം പെയ്തൊഴിയുന്നത് വരെ ഇവരുടെ ജീവിതത്തിൽ കഷ്ടകാല സമയമാണ്. ദോഷങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, അപകടങ്ങൾ, എല്ലാ തരത്തിലുള്ള സങ്കടാവസ്ഥകളും വരാനുള്ള സാധ്യത ഇവർക്ക് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ജപിച്ച് ശരീരത്തണിയണം. അതിവർക്കൊരു രക്ഷാ കവചമായി തീരും. സകല ദോഷങ്ങളും പമ്പ കടക്കും. ഒരുപക്ഷെ ഈശ്വരനായിട്ടായിരിക്കും ഇന്നിവിടെ പറയണമെന്ന് തോന്നിച്ചത്, നിങ്ങളിത് കേൾക്കാനിടയായത്. തീർച്ചയായിട്ടും നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. ഒരു നിമിത്തമായിട്ട് കണ്ട് ഭഗവതിയുടെ ക്ഷേത്രം വരെ പോകണമെന്നുള്ള കാര്യമേ ഉള്ളൂ. ഭഗവതി ക്ഷേത്രത്തിൽ പോയി ജപിച്ചു കൊണ്ടുവന്ന് അവിടുത്തെ തിരുമേനിക്ക് ദക്ഷിണ കൊടുത്ത് ജപിച്ച് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഐശ്വര്യമായിട്ട് അണിഞ്ഞ് മുന്നോട്ട് പോവുക. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏതൊക്കെയാണ് ആ നക്ഷത്രക്കാർ, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഒന്നൊന്നായിട്ട് ഇവിടെ പറയാം. ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു തൃക്കേട്ടക്കാരനോ ഒരു തൃക്കേട്ടക്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കൂ, വരാൻ പോകുന്ന 3 മാസക്കാലം, അതായത് ഇടവം, മിഥുനം, കർക്കിടകം പെയ്തൊഴിഞ്ഞ് ചിങ്ങം തുടങ്ങുന്നത് വരെയുള്ള, ചിങ്ങം 1 ആവുമ്പോഴേക്കും കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. പക്ഷേ വരുന്ന 3 മാസക്കാലം നല്ല ദോഷ സമയമാണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. പല രീതിയിലുള്ള അപകടങ്ങൾ, പല രീതിയിലുള്ള ജീവിതത്തിലുണ്ടാവുന്ന തടസ്സങ്ങൾ, ഉദ്ദേശിച്ചിറങ്ങിത്തിരിക്കുന്നതിനൊക്കെ ഫലം കിട്ടാത്തൊരവസ്ഥ, ഇതിലെല്ലാത്തിലും ഉപരി ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം, ഇതെല്ലാം കൂടുന്ന സമയമാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. വീട്ടിലൊരു തൃക്കേട്ടക്കാരനോ തൃക്കേട്ടക്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെടുത്ത് പറയണം. വീട്ടിനടുത്ത് ദേവീക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി ഒരു ചുവപ്പ് ചരടോ അല്ലെങ്കിൽ കറുപ്പ് ചരടോ ആയാലും മതി, ഒന്ന് ജപിച്ച് വാങ്ങിച്ച് അത് രക്ഷയ്ക്ക് ജപിച്ച് തരാൻ പറഞ്ഞാൽ മതി. തിരുമേനിയോട് ജപിച്ച് തരും. ജപിച്ച് തന്നു കഴിയുമ്പം കൊണ്ടുവന്ന് കയ്യിലോ അരയിലോ സൗകര്യാർത്ഥം അത് അണിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പറ്റിയാൽ ദേവീക്ഷേത്രത്തിൽ ഒരു രക്തപുഷ്പാഞ്ജലി കൂടെ നടത്തുന്നത് ഏറ്റവും നന്നായിരിക്കും. വീട്ടിനടുത്ത് ഭദ്രകാളി ക്ഷേത്രം, മഹാകാളി ക്ഷേത്രം ഒക്കെ ഉണ്ടെങ്കിൽ ആ അമ്പലത്തിൽ ചെയ്യുന്നത് കൂടുതൽ നന്നായിരിക്കും. അതിനർത്ഥം മറ്റ് ദേവീക്ഷേത്രങ്ങൾ നല്ലതല്ലെന്നല്ല, മറ്റ് ചെയ്താലും നല്ലതാണ്. ഭദ്രകാളി ക്ഷേത്രം അല്ലെങ്കിൽ മഹാകാളി ക്ഷേത്രം ഉള്ളവർ അവിടെ തന്നെ ചെയ്യുക. അതിൻ്റെ ഗുണം ഇരട്ടിയായിട്ട് കിട്ടുന്നതാണ്. നല്ല ദോഷ സമയമാണ് കേട്ടോ. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും. മനസ്സ് മടുക്കുന്ന രീതിയിലുള്ള ചില അനുഭവങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആ സമയത്തൊക്കെ വേണ്ടാത്ത ചിന്തകളൊക്കെ വരും. അതൊക്കെ മാറിപ്പോവാനായിട്ട്, അത്തരം ദോഷങ്ങളൊന്നും ഏൽക്കാതെ ഒരു കവചമായിട്ട് നിങ്ങളെ രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ജപിച്ചണിയാൻ പറഞ്ഞത്. അതിൻ്റെ ഗുണം കിട്ടും. ഈശ്വരനായിട്ട് പറയിച്ചതാണ്. സർവം മംഗളമായിരിക്കട്ടെ, ദോഷങ്ങളൊന്നും ഏൽക്കാതിരിക്കട്ടെ, നന്നായിരിക്കട്ടെ. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ്. ആയില്യംകാർക്ക് ഏറ്റവും ദോഷ സമയമാണ് കേട്ടോ. ആയില്യംകാർക്ക് തൊടുന്നതൊക്കെ ഇവരെ തിരിഞ്ഞു കൊത്തുമെന്നാണ് പറയുന്നത്. നല്ലതെന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഇവരെ തിരിഞ്ഞു കൊത്തുന്ന ഒരവസ്ഥയുണ്ടാവും. നല്ലതെന്ന് പറഞ്ഞായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്, അല്ലെ നല്ലതിന് വേണ്ടിയായിരിക്കും ചെയ്യുന്നത്, നന്മ മാത്രം മനസ്സിലോർത്തായിരിക്കും ചെയ്യുന്നത്. അത് ഇവർക്ക് തന്നെ വിനയായി മാറും എന്ന് സാരം. പല രീതിയിൽ അപകടം പിടിച്ച പണികളിലൊക്കെ ഏർപ്പെടുന്നവർ, നിങ്ങളുടെ തൊഴിൽ തന്നെ ഒരു അല്പം റിസ്ക് പിടിച്ച തൊഴിലാണ് എന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ധനമിടപാടുകൾ ശ്രദ്ധിക്കണം. അത് സ്വന്തം ജീവിതത്തിലെ ആയാലും തൊഴിൽപരമായിട്ടായാലും ധനമിടപാടുകൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ക്രൂരമായിട്ട് പറ്റിക്കപ്പെടാൻ, ധനനഷ്ടമുണ്ടാകാൻ ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഉയരങ്ങൾ കയറി ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ റിസ്ക് പിടിച്ച ജലവും അഗ്നിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സാഹസികമായിട്ടുള്ള തൊഴിലിൽ ഏർപ്പെടുന്നവർ, ഡ്രൈവിംഗ് തൊഴിലിൽ ഏർപ്പെടുന്നവർ ഒക്കെ ഒന്ന് അല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയം കൂടാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ആയില്യംകാർ നിസ്സാരമായിട്ട് എടുക്കരുത്. ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് ആ ചരട് അണിയണം. കയ്യിലോ അരയിലോ നിങ്ങൾ അണിഞ്ഞു വേണം മുന്നോട്ട് പോകാനായിട്ട്. അത് നിങ്ങൾക്കൊരു രക്ഷാ കവചമെന്നോണം ആപത്തിൽ ഒരു താങ്ങായി എത്തും. ഒരു ദോഷവും
ഏൽക്കുകയുമില്ല എന്നുള്ളതാണ്. ഇപ്പം രണ്ടാമത്തെ നക്ഷത്രം ആയില്യമാണ്. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടംകാരെ സംബന്ധിച്ചിടത്തോളം സമയവശാൽ ഒരുപാട് കാര്യങ്ങൾ നല്ലത് കാണുന്നുണ്ടെങ്കിലും അത്രയും തന്നെ ദോഷങ്ങളും കാണുന്ന ഒരു നക്ഷത്രമാണ് ഉത്രാടം എന്ന് പറയുന്നത്. ഇവരുടെ ജീവിതത്തിൽ ദുരിത പെയ്തൊഴിയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കർക്കിടകം പെയ്തൊഴിഞ്ഞേ മതിയാവുള്ളൂ. കർക്കിടകം വരെ നാശ സമയമാണ് കേട്ടോ. ഏത് കാര്യത്തിൽ ഇടപെട്ടാലും അതെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ നിന്ന് പോകുന്ന, തടസ്സം വന്ന് വീണ് പോകുന്ന അത്തരത്തിൽ കാര്യങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഉത്രാടംകാർക്ക് വന്നു ചേരാൻ പോകുന്നത് എന്ന് പറയുന്നത്. ഒരുപാട് മനപ്രയാസങ്ങൾ, ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാനായിട്ട് വളരെ പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന പലതും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉത്രാടംകാർക്ക് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഉത്രാടംകാർ നിർബന്ധമായിട്ടും ചരട് ജപിച്ച് കെട്ടണം. അത് നിങ്ങളെ ഒരുമാതിരിപ്പെട്ട അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷിച്ചു കൊണ്ടുപോകും. 3 മാസത്തെ കാര്യമേ ഉള്ളൂ. കർക്കിടകം പെയ്തൊഴിഞ്ഞു കഴിയുമ്പം സമയമാറ്റം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ചിങ്ങം ഒന്ന് പറന്നോട്ടെ, എല്ലാം കാര്യങ്ങൾ ഭംഗിയാവും. അതുവരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അതുവരെ ഇത് അണിയുക, അതിൻ്റെ ദോഷം മാറിക്കിട്ടുന്നതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തികക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ശത്രുദോഷം ഏറ്റവും ഉച്ചസ്ഥായിയിലെത്തുന്ന സമയമാണ് 3 മാസം. വേറെ ദോഷങ്ങളൊന്നും കാണുന്നില്ല, പക്ഷേ ശത്രുദോഷം കനക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ശത്രു ഞെരുവിരി കൊള്ളുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ നാശം സൃഷ്ടിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ദുരിതപ്പെയ്ത്തുണ്ടാക്കാം, നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും എങ്ങനെ തല്ലിക്കെടുത്താം, അതിനെപ്പറ്റിയായിരിക്കും ശത്രുവിൻ്റെ ചിന്ത മുഴുവൻ ഈ ഒരു 3 മാസം എന്ന് പറയുന്നത്. ചിലപ്പം ഏറ്റവും മിത്രമായിട്ട് നിൽക്കുന്ന ആളുകൾ പോലും ശത്രുവായി മാറുന്ന ഒരു കാലം, അല്ലെങ്കിൽ ശത്രുവായി മാറുന്ന ഒരു കാഴ്ചയൊക്കെ ഇവരുടെ ജീവിതത്തിൽ, കാർത്തികക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടാണ്. കാർത്തികക്കാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ദേവീക്ഷേത്രത്തിൽ പൂജിച്ച ചരട് കൊണ്ടുവന്ന്, ചുവപ്പ് ചരടോ കറുപ്പ് ചരടോ കൊണ്ടുവന്ന് ശരീരത്തിൽ അണിയുക. അത് നിങ്ങൾക്ക് ഒരു രക്ഷയായിട്ട് മാറുന്നതാണ്. ജീവിതത്തിൽ ദോഷ ദുരിതങ്ങൾ തീരണമെന്നുണ്ടെങ്കിൽ ചരട് അണിഞ്ഞേ മതിയാവുള്ളൂ. ദേവീക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ചണിയുക. അത് നിങ്ങളുടെ ശരീരത്തിൽ കിടക്കട്ടെ, അതൊരു കവചമായി നിൽക്കും. ഏതൊരാപത്തിലും, ഇനി എത്ര പ്രാക്കും വിളിയും കണ്ണേറും ശത്രുദോഷവും ഉണ്ടെന്ന് പറഞ്ഞാലും, ഇനി എന്തൊക്കെ ദുശക്തികൾ നിങ്ങളുടെ ദേഹത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞാലും അതിനെയൊക്കെ തച്ചുടയ്ക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഭഗവതിയെ പ്രാർത്ഥിക്കുക, സർവ്വദോഷങ്ങളും തീർന്നു കിട്ടുന്നതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിരക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളായിട്ട് കഷ്ടകാലം പിടിച്ച സമയമാണ്. പ്രശ്നങ്ങളാണ്. ഒന്ന് തീരുമ്പോൾ ഒന്ന് എന്നുള്ള രീതിയിൽ ദുരിതം പെയ്ത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എല്ലാം കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം തന്നെ തിരുവാതിര നക്ഷത്രക്കാർ ഒരുപാട് വിഷമത്തിൽ കുളിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. പല കാര്യങ്ങളും ജീവിതത്തിൽ നടന്നു കിട്ടേണ്ടത് സമയത്ത് നടക്കാതെ വൈകിക്കൊണ്ടിരിക്കുകയാണ്. തിരുവാതിരക്കാർക്ക് നടന്നു കിട്ടേണ്ടതാണ്, എന്നോ നടന്നു കിട്ടേണ്ടതാണ്. അതിനുള്ള പ്രയത്നവും അതിനുള്ള കഷ്ടപ്പാടും എല്ലാം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ നടക്കാതെ ഒരു മറ വന്ന് വീണ് നിൽക്കുന്ന, മൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ് തിരുവാതിരക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത്. തിരുവാതിരക്കാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയുക, വരുന്ന 3 മാസം ഇതേ അവസ്ഥയായിരിക്കും. ഇങ്ങനെ ദുരിതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. ആ ദോഷങ്ങളൊന്നും ഏൽക്കാതിരിക്കാൻ ചരട് ജപിച്ച് കെട്ടി മുന്നോട്ട് പോവുക, ഭഗവതിയെ പ്രാർത്ഥിക്കുക. ഭഗവതിയുടെ ഒരു അനുഗ്രഹം ഇവർക്കെല്ലാം കൊണ്ടും നേട്ടം കൊണ്ടുവരുന്നതാണ്. ആപത്തിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും ഒക്കെ മുക്തി നേടാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടംകാരെ സംബന്ധിച്ചിടത്തോളം ഈ വരാൻ പോകുന്ന ഇടവം, മിഥുനം, കർക്കിടകം, ഈ 3 മാസവും ജീവിതത്തിൽ പല പ്രയാസങ്ങളും വരുന്ന മാസങ്ങളായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പല പ്രയാസങ്ങളെന്ന് പറയുമ്പം ജീവിതത്തിൽ വളരെ വേണ്ടപ്പെട്ട ചില കാര്യങ്ങളിൽ പരാജയപ്പെട്ടു പോവുക, പരാജയം മൂലം ചില സങ്കടങ്ങൾ ജീവിതത്തിൽ വലിയ രീതിയിൽ അതിൻ്റെ ഒരു ബാക്കി പത്രം എന്നോണം വരിക, ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ സംഭവിക്കുക, ഇതിനൊക്കെയുള്ള സാധ്യത കാണുന്ന സമയമാണ് അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. ചില്ലറ കാര്യമല്ല പറയുന്നത്. അവിട്ടം നക്ഷത്രക്കാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോണം. ഏറ്റവും വേഗം ഭഗവതിയുടെ ചരട് ജപിച്ചു കൊണ്ടുവന്ന് ശരീരത്തിൽ അണിയുക. അതിൻ്റെ ദോഷമാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. ഭഗവതി കവചം ഉണ്ട് എന്നുണ്ടെങ്കിൽ ദോഷങ്ങളൊക്കെ മാറി നിൽക്കും. സർവം മംഗളമായി തീരുന്നതാണ്. അവിട്ടംകാർ വീട്ടിലുള്ളവർ അവരോട് ദേവീക്ഷേത്രത്തിലൊക്കെ ഇടയ്ക്ക് പോയി പ്രാർത്ഥിക്കാൻ പറയണം, തൊഴാൻ പറയണം. ഭഗവതിക്ക് വീട്ടിൽ വിളക്ക് വയ്ക്കുന്ന സമയത്ത് ചുവപ്പ് പൂക്കൾ സമർപ്പിച്ച് ദേവിയെ തൊഴാൻ പറയണം. ദേവിയുടെ ഒരു അനുഗ്രഹമായിരിക്കും ഇവരെ ജീവിതത്തിൽ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. നിസ്സാരമായിട്ട് അവിട്ടംകാർ കണ്ടു കളയരുത്. കാരണം ഞാനിന്ന് പറയാൻ പോകുന്ന ഈ 8-9 നക്ഷത്രക്കാരിൽ ഏറ്റവും ദോഷസ്ഥാനത്ത് നിൽക്കുന്ന നക്ഷത്രമാണ്
അവിട്ടം നക്ഷത്രം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിസ്സാരമായിട്ട് കണ്ടു കളയരുത്. ഭഗവതിയെ പ്രാർത്ഥിക്കൂ, സർവം ഐശ്വര്യമായി തീരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതിക്കാർ വീട്ടിലുണ്ടോ? വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഓരോ ചുവടും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ പറയണം കേട്ടോ. കാരണം ഒരുപാട് രീതിയിൽ പറ്റിക്കപ്പെടാനായിട്ട്, ഒരുപാട് രീതിയിൽ ജീവിതത്തിൽ ചതിക്കപ്പെടാനായിട്ടൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. കണ്ണു അടച്ച് ആരെ വിശ്വസിക്കുന്നോ അവരുടെ ഒക്കെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ദുരനുഭവങ്ങൾ അല്ലെങ്കിൽ ദുഃഖാനുഭവങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത പൂരുരുട്ടാതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വീട്ടിലൊരു പൂരുരുട്ടാതിക്കാരനോ പൂരുരുട്ടാതിക്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ പറയുക, ശത്രുദോഷം ഏറ്റവും കടുക്കുന്ന സമയമാണ്. അതായത് മിത്രങ്ങളായിട്ടുള്ള ആളുകൾ വരെ ശത്രുക്കളായി മാറുമെന്ന്. നമ്മൾ ചിലപ്പോൾ നമ്മളുടെ എല്ലാ ജീവിത രഹസ്യവും പങ്കിട്ടിരിക്കുന്ന നമ്മളുടെ ഏറ്റവും മിത്രമെന്ന് കരുതുന്ന ആൾ പോലും നമുക്ക് ശത്രുവായി തീരുന്ന ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതെല്ലാവരും മനസ്സിലാക്കണം കേട്ടോ. പൂരിട്ടായ നക്ഷത്രക്കാർക്ക് ഇത് നല്ല അനുഭവം ഉണ്ടാകുന്ന ഒരു കാലമാണ്. നമ്മൾ ചിലപ്പം വിശ്വസിച്ച് എല്ലാം പറയുന്നവരായിരിക്കും, നമ്മളുടെ സ്വന്തം എന്ന് കരുതുന്നവരായിരിക്കും നമുക്ക് ശത്രുവായിട്ട് വിനയായിട്ട് വരാൻ പോകുന്നത്. ദോഷങ്ങൾ ഒരുപാടുണ്ടാവും. കണ്ണീറും പ്രാക്കും എരിച്ചിലും വിളിച്ചപേക്ഷയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം കാണുന്നുണ്ട് പൂരുരുട്ടാതിക്കാർ. പൂരുരുട്ടാതിക്കാർ നിർബന്ധമായിട്ടും വീട്ടിനടുത്ത് ദേവീക്ഷേത്രം ഉണ്ടെങ്കിൽ പൂജിച്ചണിയണം. ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ പൂജിച്ചണിയുന്ന ആ ഒരു അവസ്ഥയിൽ ഒരു ദോഷങ്ങൾക്കും നിങ്ങളെ ബാധിക്കാൻ സാധിക്കുകയില്ലെന്നുള്ളതും മനസ്സിലാക്കുക. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന ഒരു കാലമാണ് വന്നു ചേരാൻ പോകുന്നത്. എന്താണ് വെല്ലുവിളികൾ നേരിടുക എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൻ്റെ ഒരു അവസ്ഥ തന്നെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഇനി എന്ത് എന്നുള്ള ഒരു രീതിയിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് വഴിമുട്ടിയൊക്കെ പോകുന്ന ഒരു അവസ്ഥയൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട്. അതൊക്കെ വരുന്ന 3 മാസം കഷ്ടപ്പാട് അധ്വാനത്തിൻ്റെ മാസമാണ്. ഒരുപക്ഷെ ആ ഒരു 3 മാസം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ചിങ്ങമൊക്കെ പറന്ന് അടുത്ത ആണ്ടൊക്കെ പറന്ന് കഴിയുമ്പം അതിൻ്റേതായ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് 3 മാസം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ദോഷങ്ങൾ ദുരിതങ്ങളൊക്കെ മാറി നിൽക്കും. ഭഗവതിയെ പ്രാർത്ഥിക്കുക, ചരട് ജപിച്ച് കെട്ടുക. അതിൻ്റേതായ ഒരു ഐശ്വര്യം ജീവിതത്തിലും ഇടപെടുന്ന കാര്യങ്ങളിലും കാണാനും സാധിക്കുന്നതാണ്. അപ്പം ഞാനിവിടെ ഏകദേശം 8ഓളം നാളുകളുടെ കാര്യമാണ് പറഞ്ഞത്. ഈ 8 നാളുകാരാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഒരു നാളിൻ്റെ കാര്യവും കൂടെ ഞാൻ പറയാം. ഇവരെ സംബന്ധിച്ചിടത്തോളം വേറെ ദോഷങ്ങളൊന്നും കാണുന്നില്ല. ഇവർക്ക് പ്രധാനമായിട്ടും വരുന്ന 3 മാസം ഇവർക്കുള്ളൊരു ദോഷമെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാക്കും വിളിയും എരിച്ചിലും ഇവരുടെ ജീവിതത്തിൽ തട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രാക്കും വിളിയും ഇവരുടെ ഒരു ജീവിതത്തിൽ, അതായത് നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഇവരുടെ ഒരു ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രാക്കും വിളിയുക. എന്താണ് ഈ പ്രാക്കും വിളിയും എന്ന് പറയുന്നത്? ഇവർ ചിലപ്പോൾ നല്ല ഇവരുടെ കഴിവ് കൊണ്ടും അധ്വാനം കൊണ്ടും ജീവിതത്തിലൊന്ന് പച്ച പിടിച്ച് പോകുന്ന സമയത്ത്, ജീവിതത്തിലൊന്ന് ഉയർന്നു പോകുന്ന സമയത്ത് ഈ നക്ഷത്രക്കാർക്ക് ചുറ്റുമുള്ളവരുടെ പ്രാക്കും വിളി ഉണ്ടാകും. ജീവിതത്തിൽ ഉയർച്ചയൊക്കെ ഇവർക്ക് വരും. പക്ഷേ ആ ഉയർച്ചയൊന്നും ഒരു സമാധാനമായിട്ട് ജീവിതത്തിലൊന്ന് കഴിയാൻ പറ്റാത്ത രീതിയിൽ ഈ പ്രാക്കും വിളിയും ഇവരെ അലട്ടും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഉത്രട്ടാതി ഞാൻ എടുത്തു പറഞ്ഞ 8 നക്ഷത്രങ്ങൾക്കപ്പുറം എടുത്തു പറയുന്നത് ഇവർക്ക് വേറെ ദോഷങ്ങളൊന്നുമില്ല. കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് ഒരുവിധം നല്ല രീതിക്ക് അങ്ങ് പോകാൻ പറ്റും. പക്ഷേ ഈ പ്രാക്കും വിളിയും കാരണം ഒരു സ്വസ്ഥത ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഇവരുടെ ബന്ധുക്കളാകാം, സുഹൃത്തുക്കളാകാം, ചിലപ്പം ഏറ്റവും വേണ്ടപ്പെട്ടവരെന്ന് കരുതുന്ന ആളുകളാകാം. ഇവരിൽ നിന്നൊക്കെ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഉത്രട്ടാതിക്കാരും ഇതൊന്ന് ജപിച്ച് കെട്ടുന്നത് നന്നായിരിക്കും. ദോഷങ്ങൾ ഒഴിഞ്ഞു നിൽക്കട്ട്. ഈ പറയുന്ന പ്രാക്കും വിളിയൊന്നും ഏൽക്കാതിരുന്നാൽ അത് തന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം, സമാധാനം എന്ന് പറയുന്നത്. അപ്പോൾ 8+1 9 നാളുകാരുടെ കാര്യം പറഞ്ഞു. ഒന്ന് ശ്രദ്ധിക്കുക. ഈശ്വരനായിട്ട് പറയാൻ സാധിച്ചു. ഈശ്വരനായിട്ട് നിങ്ങൾ കേൾക്കാനിടയായി. ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ. എല്ലാം മംഗളമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അമ്മ മഹാലക്ഷ്മി നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എല്ലാ ഐശ്വര്യങ്ങളും നൽകട്ടെ. അമ്മയുടെ ഒരു കവചം നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ലഭിക്കട്ടെ എന്ന് ഉള്ളിൽ തട്ടി പറയുന്നു. നന്ദി, നമസ്കാരം.